ഒന്ന് തുടരുക. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, സംസ്ഥാന സർക്കാർ നിങ്ങളെ സമരത്തിന് വിളിച്ചതാണ്, പക്ഷേ നിങ്ങൾ പങ്കെടുത്തില്ല. പക്ഷേ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ കർണാടകയിലെ സർക്കാർ ഇന്ന് സമരരംഗത്തേക്ക് പോവുകയാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഇക്കാര്യം എങ്ങനെ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്നില്ലേ? അല്ല, ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ഒരു പ്രയാസമില്ല. കാരണം 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന തൂർത്തും ആഡംബരവും അനാപത്ത് ചെലവുകളും എല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. ക്ലിഫ് ഹൗസിൽ നടക്കുന്ന തൂർത്ത് തന്നെ വാർത്താമാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി, നായനാറ് മുഖ്യമന്ത്രി അവിടെ താമസിച്ചു, അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അവിടെ താമസിച്ചു, അതുപോലെ ആന്റണി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ താമസിച്ചു. അവരൊക്കെ താമസിച്ച ക്ലിഫ് ഹൗസ് ആണ് ഇന്നത്തെ ക്ലിഫ് ഹൗസ്. അപ്പോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ആ ധൂർത്തും അധിക ചെലവ് പോലും നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? അപ്പോ ഞങ്ങളിത് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അധിക ചെലവും ധൂർത്തും മാത്രമാണ്, അങ്ങനെയാണോ കരുതുന്നത്? എന്ന് മാത്രമല്ല, ഈ സർക്കാരിന്റെ പിടിപ്പുകേട്, ദീർഘവീക്ഷണമില്ലായ്മ, ഇത് കാലാകാലങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം, അതായത് കർണാടക സർക്കാർ നേരിടുന്ന, അവിടുത്തെ സർക്കാർ നേരിടുന്ന പ്രതിസന്ധി, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പരിഗണനയുടെ പ്രതിസന്ധി കേരളത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഒക്കെ കാരണം രണ്ടു കൂട്ടർക്കും തുല്യ പങ്കുണ്ട്. കേന്ദ്രത്തിലും പങ്കുണ്ട്, സംസ്ഥാനത്തിലും പങ്കുണ്ട്. കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അവിടെ ആ ഗവൺമെന്റിനെ കർണാടക ഗവൺമെന്റിന് അർഹതപ്പെട്ട വിഹിതം കൊടുക്കുന്നില്ല എന്നുള്ളത് ന്യായമാണ്. കാരണം അവിടെ സംസ്ഥാന ഗവൺമെന്റ് വന്നിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. ആ 8 മാസം ആയ ഗവൺമെന്റിന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെന്റ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. അതാണ് കർണാടക ഗവൺമെന്റിന്റെ സമരത്തിന്. ഇവിടെ അതല്ല. 7 വർഷം പിണറായി വിജയൻ കിഫ്ബി പോലെയുള്ള മസാല ബോണ്ടുകൾ എടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ അധിക ചെലവും തൂർത്തും ഇതെല്ലാം തന്നെ നമ്മൾ പ്രതിപക്ഷം കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ള രാഷ്ട്രീയത്തോടുകൂടി അവർ മുന്നോട്ട് പോയി. കേന്ദ്രവും രാഷ്ട്രീയമായ വിവേചനം കാണിച്ചു. അത് പറയുമ്പോൾ ഒരു സംശയം, അതായത് ഈ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുക എന്ന ആശയം ഇവിടെ കേരളത്തിൽ ഇവിടെ പിണറായി വിജയൻ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതു മുന്നണിയോ ആവിഷ്കരിച്ച ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അതെന്തായാലും അതേ തരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ നിങ്ങളുടെ സർക്കാർ, കർണാടകയിലെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. നല്ല കാര്യം, രാഷ്ട്രീയമാണ്, അത്തരം സമര പരിപാടികളൊക്കെ ആവശ്യമാണ്. പക്ഷേ അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാവുന്ന ഒരു കാര്യം, ഈ കേരളത്തിൻ്റെ സമരത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമാന സ്വഭാവമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെയും അവിടുത്തെ നേതാക്കളുടെയും പിന്തുണ തേടിയിട്ടുണ്ട്. MK സ്റ്റാലിൻ പങ്കെടുത്തേക്കാം, അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തേക്കാം. ഇങ്ങനെ സമാന സ്വഭാവമുള്ള BJP വിരുദ്ധ ചേരിയിലെ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാത്രം നാളെ നടക്കുന്ന സമരത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഇല്ലാതെ കോൺഗ്രസ് മാറി നിൽക്കുമ്പോൾ അത് എന്ത് സന്ദേശം നൽകുമെന്ന് എന്ന പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയത്തിനെതിരായും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന ധൂർത്തും അധിക ചെലവുകളും കെടുകാര്യസ്ഥതയും സാമ്പത്തിക മാനേജ്മെന്റ് ഇല്ലായ്മയും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സമരത്തിലാണ്, ഞങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഞങ്ങൾ നിരന്തരം രാജ്ഭവന്റെ മുന്നിലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും കളക്ടറേറ്റുകൾക്ക് മുന്നിലും ഈ 2 ഗവൺമെന്റുകളുടെ ജനദ്രോഹ നടപടികളും ധൂർത്തുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ട് ഞങ്ങൾ MPമാർ പാർലമെന്റിലും കോൺഗ്രസ് പാർട്ടി കേരളത്തിലുടനീളം UDFും പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോഴാണ് പ്രക്ഷോഭത്തിന് ഡൽഹിയിൽ വരുന്നത്. ശരി, താങ്കൾ ഒന്ന് തുടരുക. ശ്രീ MP, താങ്കൾ തിരക്കിലാണ്, ഒന്ന് തുടരുക.